ഹലോ, ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോണ്ടല്ലോ. നമ്മുടെ അപ്പച്ചൻ്റെ അടുത്ത് പോയി പഴം മേടിക്കാമെന്ന് കരുതിയേ. അപ്പം കുറേ ദിവസമായിട്ട് തുള്ളി തോരാത്ത മഴയാണ്. അതുകൊണ്ട് അവിടെ പഴം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. എന്താണേലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ദൈവാനുഗ്രഹത്തിന് ഇപ്പം മഴ പെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ദൂരേന്നേ കാണാം അപ്പച്ചൻ എന്തൊക്കെയോ മൂടിപ്പിറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട പഴമൊക്കെ ഇവിടെ നിന്ന് കിട്ടി. പച്ചയും പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പഴമൊക്കെ മേടിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഇതേ മഴ പെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ചാറ്റൽ മഴ നനഞ്ഞാൽ ആറ്റിൽ കുളിക്കണമെന്നാണല്ലോ. അപ്പം പിന്നെ എന്നാൽ പിന്നെ ആറ്റിലങ്ങ് കുളിച്ച് കയറിയേക്കാമെന്ന് കരുതി നമ്മളിപ്പോൾ 6 ലക്ഷ്യമാക്കി നടക്കുവാണേ. ചാറ്റൽ മഴയൊക്കെ ഏകദേശം പെരുമഴയായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 6ആണോ 7ആണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. നാട്ടിൽ മഴ നന്നായിട്ട് പെയ്ത് കഴിയുമ്പോൾ തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു പ്രതീതിയില്ല, ഒരു നാട്ടിലെത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു ഇതിങ്ങനെ നോക്കി നിൽക്കാനായിട്ടേ. ഏതായാലും മഴ നനഞ്ഞ് കുളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആറ്റിലിറങ്ങി കുളിക്കണ്ടല്ലോ. പണ്ട് സ്കൂൾ വിട്ടിട്ടേ ബാഗൊക്കെ ഇങ്ങനെ പിടിച്ച് കുടയും ചൂടിയൊരു വരവുണ്ട് പെരുമഴയത്ത്. മഴയൊക്കെ നനഞ്ഞ് വന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു കുമ്പിളപ്പം ആയാലോ, അതും റെഡിമെയ്ഡ്. എങ്ങനെയുണ്ടാവും? നല്ല അടിപൊളി മഴ, നല്ല അടിപൊളി തണുപ്പ്, നല്ല ചൂട് കുമ്പിളപ്പം, ഒരു കട്ടൻ. എന്താ മാമാ സ്വർഗം, മാമാ സ്വർഗം. റെഡി ടു ഈറ്റിൻ്റെ കുമ്പിളപ്പം ഇങ്ങനെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് എടുത്തപ്പോൾ എന്താ മണമെന്നറിയാവോ? കുമ്പിളിൻ്റെ മണം പരക്കുകയാണ് ഗൈസ്. ഇതേ ഞാനിങ്ങനെ മേടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. നല്ല മഴയൊക്കെ വന്നപ്പോഴാണ് ഇതിങ്ങനെ കഴിക്കാൻ തോന്നിയത്. അപ്പം നമ്മുടെ ചുണ്ണിങ്ങ പോലത്തെ അപ്പച്ചൻ പിടുത്ത അടുപ്പയിലോട്ട് വെച്ചിട്ട് ഒരു 3 എണ്ണം അങ്ങ് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊക്കെയോ നാക്കി ഇതേ നമ്മൾ അപ്പച്ചമ്പിൽ വെച്ചൊന്ന് ആവി കയറ്റുമ്പോഴത്തേക്ക് കുമ്പിളപ്പം റെഡി. നമ്മുടെ കട്ടനും കുമ്പിളപ്പും കൂടെ അടിച്ചാലോ. നല്ല മഴയത്ത് നാട്ടിലൊക്കെ ഇങ്ങനെയല്ലേ, ചക്കക്കാലമായി കഴിഞ്ഞാൽ വൈകിട്ട് നല്ല മഴയും ഒരു കുമ്പിളപ്പമൊക്കെ കഴിച്ച് ആ നടവാതിക്കലിരിക്കുന്ന ഒരു ഫീല് വേണ്ടേ. അപ്പം നമ്മുടെ ഇതേ കുമ്പിളപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്കി ചെഞ്ഞ് നോക്കിയോണ്ടാട്ടോ. അതിൻ്റെ ഇലയെല്ലാം സെപ്പറേറ്റായിപ്പോയി. ഇലയൊക്കെ ഞാൻ കഴുകി നോക്കും കേട്ടോ. ഇതുണ്ടോ, ഇത് പകുതി ഇലയേ ഉള്ളൂ അതിൻ്റെ, അതിലും വരെ പിശുക്ക്.
എന്നിട്ട് ദേ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കുമ്പിളപ്പത്തിൻ്റെ വാസന പരക്കുകയാണ് ഗൈസ് ഓസ്ട്രേലിയയിൽ. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് വെറും കളിപ്പീരാന്ന് കരുതിയാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇത് ഗംഭീരമായിരുന്നു ഗൈസ്, ഗംഭീരം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട് കേട്ടോ. കറക്റ്റ് മധുരവും നല്ല ടേസ്റ്റും ഉണ്ട്. ഈ ഇല ഞാൻ കഴുകിയെടുത്ത് വെക്കും കേട്ടോ, എന്തെങ്കിലും ഉണ്ടാക്കാൻ എൻ്റെ അകത്ത്. നല്ല മണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലിരുന്ന് റെഡിമെയ്ഡ് കുമ്പിൾ കഴിക്കുകയാണ്. നിറയെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രുചിയായിട്ടുണ്ട്. നാട്ടിലൊക്കെ ഇപ്പം ചക്കക്കാരമാണ്. ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ട്. വേസ്റ്റ് ആക്കാതെ ഇതുപോലൊക്കെ കഴിക്കുക. ഇതൊക്കെ കിട്ടാതെ വരുമ്പോഴേ ഇതുപോലെ നമുക്ക് നൊസ്റ്റു അടിക്കത്തുള്ളൂ. നാട്ടിലുണ്ടായിരുന്നപ്പോൾ എനിക്കും ഇതിനൊന്നും ഒരു വിലയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.